പ്ലാന്റ്സുകളെല്ലാം വേനൽക്കാലത്ത് അതിജയിക്കുന്ന നേരത്തെ പറഞ്ഞു. ഇപ്പൊ ഇരുളാണ്, അതുപോലെ ഇരുളുണ്ട്, പുന്നയുണ്ട്, താന്നിയുണ്ട്, ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ മുളയുടെ വർഗത്തിൽ ഏറ്റവും റയറായിട്ട് കാണുന്ന എരങ്കോലും ഉണ്ട്. പക്ഷെ ഇവിടെ പാറകളുടെ കൂട്ടം കാണുന്നുണ്ടല്ലോ. വെസ്റ്റേൺ ഗഡ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ വെസ്റ്റേൺ ഗഡ്സ് കരിങ്കല്ലുകളാണ്, ഗ്രാനൈറ്റ്സുകളാണ്. അപ്പൊ കോറികളാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുന്ന മലകളെ മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നാട്ടിൻപുറത്താണെങ്കിൽ ചെങ്കൽപ്പാറകളായിരിക്കും. ചെങ്കൽപ്പാറകൾ കാലിക്കറ്റ് എയർപോർട്ടിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇവിടെ കോറികൾ, മൈനിങ് ആണ് നമ്മളെ ഈ മലകളുടെ ഒക്കെ പ്രശ്നങ്ങളായി കാണുന്നത്. അപ്പുറത്തെല്ലാം മൈനിങ് ആണ്. അപ്പൊ മൈനിങ് നമ്മൾ തടയാനൊന്നും പറ്റൂല. പക്ഷെ മൈനിങ് വരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാല് മൈനിങ് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരു സാധനമാണല്ലോ. അതുകൊണ്ട് ഏറ്റവും ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു പാറ മൈനിങ്ങിന് ഒരു ഏരിയ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പൊ ഇവിടെ തന്നെ താഴെ മൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ സമീപ ഭാവിയിൽ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒക്കെ ഉരുണ്ട് താഴേക്ക് വരും എന്നുള്ള. അപ്പോൾ മുണ്ടക്കൈ ദുരന്തത്തിന്റെ ആഘാതം കൂട്ടിയത് ഇങ്ങനെയുള്ള ഉരുളൻ പാറകളാണ്. താഴെ ഒരു 50 അടി താഴെ കൂടി പോയ പാറ പോലും മേലെയുള്ള പള്ളിയുടെ മുറ്റത്ത് എത്തിയിട്ടുണ്ട്. ഇതുപോലെ ഒരു പാറ. പക്ഷേ ഒരു പീരങ്കി ഉണ്ടയിൽ നിന്ന് പീരങ്കി ഉണ്ട തെറിച്ചു പോകുന്നേക്കാളും വേഗതയിൽ ഉരുൾപൊട്ടുന്ന സമയങ്ങളിൽ ഈ പാറകൾ താഴേക്ക് പോകും. നമ്മൾ വിചാരിക്കും കരിങ്കല്ല് ഒറ്റപ്പാറയാണ്. യഥാർത്ഥത്തിൽ കരിങ്കല്ലിന്റെ അടിയിൽ മാത്രമാണ് ഒറ്റപ്പാറ. മേൽഭാഗത്ത് ഇങ്ങനെ അനേകം സ്കാറ്റേഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ യഥാർത്ഥത്തിൽ മണ്ണിനെ, സോയിലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം കാടുകളിൽ വരുമ്പോൾ. അതിൽ ഒന്നാമത്തെ വില്ലൻ തീയാണ്. ഇവിടെ പലവട്ടം കത്തിച്ചിട്ടുണ്ട് ആളുകൾ. അപ്പൊ ഇനി വരുന്നവർ ദയവായിട്ട് സിഗരറ്റ്, അതുപോലെ കോഴി ചൂടാനുള്ള കരി, ഇതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുക. കത്തിക്കഴിഞ്ഞാൽ ഈ മുളകൾ കൂടി പോയി കഴിഞ്ഞാൽ ഈ പാറകൾ ഓരോന്നും താഴെ എത്തും. താഴെ ഫുള്ള് മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഡേഞ്ചർ ആവുന്നത്, അതങ്ങ് പോകും. പിന്നെ ലൊക്കേഷൻസ് പറയാം. ആ ഏരിയയാണ് ചാലിയാറിന്റെ ഉത്ഭവസ്ഥലം വയനാട്. നമ്മളെ കക്കാടംപൊയിലിന്റെ മേലോട്ടുള്ള ഭാഗങ്ങള് നേരെ ഇപ്പൊ കാണുന്നില്ല, ക്ലൗഡിയാണ്. നേരെ കാണുന്നത്, നേരെ ഇങ്ങനെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് നമ്മുടെ നാടുകാണി ചുരത്തിന്റെ ഭാഗങ്ങളാണ്. നല്ല ക്ലിയർ സ്കൈ ആണെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. സൂര്യൻ നിൽക്കുന്ന ആ ഭാഗമാണ് സൈലന്റ് വാലിയുടെ ഭാഗം. അവിടെ നിന്നാണ് കരിമ്പുഴ വരുന്നത്. ചാലിയാറിന്റെ പ്രധാന പുഴ വരുന്നത് കരിമ്പുഴ, അവിടുന്ന് വരുന്നത്. കരിമ്പുഴ നെടുങ്കായം എന്ന് പറഞ്ഞ കരുളായി നെടുങ്കായം വഴി വന്നിട്ട് ചാലിയാർമുക്കിൽ ജോയിൻ ചെയ്യും. പാണ്ടിയാർ പുഴ, പുന്നപ്പുഴ എന്ന് പറഞ്ഞത് ആ നേരെ വന്നിട്ട് നാടുകാണി ചുരത്തിലൂടെ വന്നിട്ട് ചാലിയാറിൽ ജോയിൻ ചെയ്യും. ഇവിടുന്ന് വരുന്ന പുഴ മുണ്ടേരിയിൽ വെച്ചിട്ട് സൂചിപ്പാറ വെള്ളച്ചാട്ടം, അതുപോലെയുള്ള വയനാട്ടിലെ വെള്ളച്ചാട്ടങ്ങളെല്ലാം കഴിഞ്ഞ് മുണ്ടേരിയിൽ വെച്ചിട്ട് ചാലിയാറിന്റെ ഭാഗമായിട്ട് വരും. ഉപ്പൻചോല എന്ന് പറഞ്ഞ ചോലയാണ് ആദ്യം കാണുന്നത്. അത് പറഞ്ഞാല് പിന്നെ എക്കോസിസ്റ്റത്തിൽ നമ്മൾ ഏത് ചൂടിലും അവിടെ തണുപ്പായിരിക്കും. അതുകൊണ്ട് ട്രൈബ്സ് ആണ് തണുപ്പൻ ചോല എന്ന് വിളിക്കുന്നത്. അതൊരു ചോല തന്നെയാണ്. നട്ടുച്ച നേരത്തും തണുപ്പായിരിക്കും. തണുപ്പൻ ചോല കഴിഞ്ഞ് പെരുന്തുമല കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നതാണ് പിന്നെ കക്കാടംപൊയിലെ കരിമ്പ് എന്ന് പറഞ്ഞ മല. കരിമ്പ് ഭാഗം ഉണ്ടല്ലോ. കരിമ്പ് കഴിഞ്ഞാൽ ആ കാണുന്നതിന്റെ താഴെയാണ് കക്കാടംപൊയിൽ കിടക്കുന്നത്. കക്കാടംപൊയിൽ ശരിക്കും മലയല്ല, പൊയിലാണ്. വ്യത്യാസം ഉണ്ടല്ലോ. പൊയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മലയുടെ താഴ്വാരാണ്. ആനക്കാം പൊയില്, കക്കാടം പൊയില്, നായാടും പൊയില്, അങ്ങനെയുള്ള പൊയിലുകൾ എന്ന് പറയുന്നത് വാലി എന്നൊക്കെ അർത്ഥത്തിലാണ്. അപ്പൊ പീക്കിന് ഒരിക്കലും പൊയില് എന്ന് പറയില്ല, മലേന്റെ മണ്ടയ്ക്ക്. അപ്പൊ മണ്ടന്റെ താഴെയുള്ള ജനങ്ങൾക്കൊക്കെ വസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് പൊയിലുകൾ. അതാണ് മുള്ളുംകാട് മല. ചില മൂർക്കനാടൊക്കെ സ്കൂളൊക്കെ അല്ലേ, തെരട്ടമല ഗ്രൗണ്ടാണ് അതിന്റെ താഴെ. അപ്പൊ തെരട്ട കഴിഞ്ഞ് ആ മുള്ളുംകാട് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ചെക്കുന്ന് കഴിഞ്ഞ് ഇത് ഓടണ്ടപ്പാറ, ആ കാണുന്ന മല അല്ലേ. ഒരു മല ചെക്കുന്നേക്ക് ഇറങ്ങി പോകുന്നില്ലേ. ആനകൾ ചെക്കുന്ന് വരെ വന്നിരുന്നു. അപ്പൊ ആനകൾ ചെക്കുന്നേക്ക് എത്തിയിട്ടില്ല. വീണ്ടും ആനകൾ എത്താൻ സാധ്യത ഞാൻ കാണുന്നുണ്ട് അല്ലേ. അറബിക്കടലിന്റെ ഭാഗം അതിന്റെ അങ്ങേ ചെരുവിലാണ് നമ്മളെ പുഴയുടെ ദുരന്തമൊക്കെ ഉണ്ടായത്. എന്ന് വെച്ചാൽ ഈ മലയുടെ ഒക്കെ അങ്ങേ ചെരുവിലുള്ള വെള്ളമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമ്മളെ പിന്നെ മലപ്പുറം ജില്ലയിൽ എത്തുമ്പോൾ ഇതിന് തടത്തി എന്നാ പേര്, തടത്തി. അതുകൊണ്ട് ഒളവട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്കൂളിന്റെ പേര് തടത്തിപ്പറമ്പ് സ്കൂൾ എന്നാണ്. കൊണ്ടോട്ടിയില് തടത്തിപ്പറമ്പ്. അവിടെ ഈ മരം ഉണ്ടായതുകൊണ്ടായിരിക്കും തടത്തിയുള്ളത്. പണ്ട് ഇത് ധാരാളമായിട്ട് ബേർഡ്സിനെ ആകർഷിക്കും. മാത്രമല്ല പാറപ്പുറത്തുണ്ടായിട്ട് എങ്ങനെ ഏത് കാറ്റിനെയും അതിജയിക്കും. പ്ലാന്റ്സുകളെല്ലാം വേനൽക്കാലത്ത് അതിജയിക്കുന്ന നേരത്തെ പറഞ്ഞു. ഇപ്പൊ ഇരുളാണ്, അതുപോലെ ഇരുളുണ്ട്, പുന്നയുണ്ട്, താന്നിയുണ്ട്, ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ മുളയുടെ വർഗത്തിൽ ഏറ്റവും റയറായിട്ട് കാണുന്ന എരങ്കോലും ഉണ്ട്. പക്ഷെ ഇവിടെ പാറകളുടെ കൂട്ടം കാണുന്നുണ്ടല്ലോ. വെസ്റ്റേൺ ഗഡ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ വെസ്റ്റേൺ ഗഡ്സ് കരിങ്കല്ലുകളാണ്, ഗ്രാനൈറ്റ്സുകളാണ്. അപ്പൊ കോറികളാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുന്ന മലകളെ മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുന്നത്.
ഇപ്പൊ നാട്ടിൻപുറത്താണെങ്കിൽ ചെങ്കൽപ്പാറകളായിരിക്കും. ചെങ്കൽപ്പാറകൾ കാലിക്കറ്റ് എയർപോർട്ടിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇവിടെ കോറികൾ മൈനിങ് ആണ് നമ്മളെ ഈ മലകളുടെ ഒക്കെ പ്രശ്നങ്ങളായി കാണുന്നത്. അപ്പുറത്തെല്ലാം മൈനിങ് ആണ്. അപ്പൊ മൈനിങ് നമ്മൾ തടയാനൊന്നും പറ്റൂല. പക്ഷെ മൈനിങ് വരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാല്, മൈനിങ് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരു സാധനമാണല്ലോ. അതുകൊണ്ട് ഏറ്റവും ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു പാറ മൈനിങ്ങിന് ഒരു ഏരിയ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പൊ ഇവിടെ തന്നെ താഴെ മൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ സമീപ ഭാവിയിൽ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒക്കെ ഉരുണ്ട് താഴേക്ക് വരും എന്നുള്ള. അപ്പോൾ മുണ്ടക്കൈ ദുരന്തത്തിന്റെ ആഘാതം കൂട്ടിയത് ഇങ്ങനെയുള്ള ഉരുളൻ പാറകളാണ്. താഴെ ഒരു 50 അടി താഴെ കൂടി പോയ പാറ പോലും മേലെയുള്ള പള്ളിയുടെ മുറ്റത്ത് എത്തിയിട്ടുണ്ട്. ഇതുപോലെ ഒരു പാറ. പക്ഷേ ഒരു പീരങ്കി ഉണ്ടയിൽ നിന്ന് പീരങ്കി ഉണ്ട തെറിച്ചു പോകുന്നേക്കാളും വേഗതയിൽ ഉരുൾപൊട്ടുന്ന സമയങ്ങളിൽ ഈ പാറകൾ താഴേക്ക് പോകും. കൂടല്ലൂര്, വയനാട്, നാടുകാണി, പിന്നെന്താ പറഞ്ഞു, പിന്നെ പശ്ചിമ എന്തൊക്കെയോ ഘട്ടം പറഞ്ഞിരുന്നല്ലേ. നമുക്ക് എല്ലാം മലയാ, എങ്ങനെ പോയാലും മല. മാഷ് എന്തൊക്കെയാ പറയുന്നുണ്ട്, നമുക്ക് എങ്ങനെ പോയാലും മലയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാടും മലയും ഒന്നാണ്. ഈ മാഷിനെ കാണുന്നത് വരെ ജസ്റ്റ് ട്രക്ക് ചെയ്യുക, സൺറൈസ് കാണുക, ഫോഗ് കാണുക, തിരിച്ചു വരിക, ഇതൊക്കെയായിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷേ ഈ ഒരു ആമസോൺ ട്രക്കിങ് കാടെന്താണെന്നും മലയെന്താണെന്നും നാടെന്താണെന്നും മനസ്സിലാക്കാൻ പറ്റി. അതും ഈ ഒരു മാഷിനെ പരിചയപ്പെട്ടത് കൊണ്ട് മാത്രം. അവിടുന്ന് മലയിറങ്ങുമ്പോൾ ഒരേ ഒരു ആഗ്രഹം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇനിയുള്ള ഓരോ ട്രക്കിങ്ങും ഈ മാഷിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഹാമിദ് അലി മാഷിന് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ എപ്പിസോഡ്സ് ഇവിടെ അവസാനിപ്പിക്കുന്നു. കണ്ടാൽ വളരെ സന്തോഷം. അല്ല, നമ്മളെ ബൈക്ക് എടുത്ത് തന്നു. ശരി കേട്ടോ. എനിക്ക് വേറെ പ്രോഗ്രാം.